സെയിൽ നടത്തിക്കൊണ്ട് 29-ാം തീയതി ക്രൗൺ പ്ലാസയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് താമസിക്കാം. 2 ദിവസം പ്രോഗ്രാം ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് ഇപ്പൊ നിങ്ങളുടെ വിചാരം 2 കോടി ഇപ്പൊ കിട്ടുന്നതാണോ? ആയിട്ട് ഇതൊക്കെ പറയാൻ സിമ്പിളാണ്. ഇതിന്റെ ഓരോ സ്റ്റെപ്പും കണക്കേണ്ടതുണ്ട്, വീണ്ടും പഠിക്കണം. ഇപ്പൊ 2 കോടിയുടെ ചിലപ്പോൾ 2-3 പൂജ്യം കിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കടക്കണമെങ്കിൽ എവിടെ വരണം? ക്രൗൺ പ്ലാസയിൽ വരണം. അപ്പൊ ക്രൗൺ പ്ലാസയിൽ വരാൻ എന്ത് ചെയ്യണം? 5 സെയിൽ ചെയ്തിട്ട് വേണം അവിടെ വരാൻ. അല്ലെങ്കിലോ എല്ലാം മറന്നേക്കും. ഇവിടെ വന്നിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു ഷേക്ക് ആയിട്ട് തരാം. ദാറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞു എല്ലാ ഡേസി ലോറൻസ് ഏട്ടാ. ഓക്കെ, അപ്പോൾ എന്താണ് യുവർ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി. ഇത് മാത്രമായിരിക്കണം നമ്മുടെ അല്ലെ കമ്മ്യൂണിക്കേഷൻ. 3-ാമത്താണ് യുവർ ഇൻഫർമേഷൻ മീഡിയ. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞു നിങ്ങളുടെ 5 സുഹൃത്തുക്കൾ മാറ്റിയേക്കണം. ഈ സുഹൃത്തുക്കളുമായിട്ട് ബന്ധം പാടില്ല. 2, നിങ്ങളുടെ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി, ഇവർ മാത്രമായിട്ട് ഒരു മുകളിലുള്ള ആളുകൾ മാത്രമായിരിക്കണം. 3, യുവർ ഇൻഫർമേഷൻ മീഡിയ. എന്താണ്? നെഗറ്റീവ് എഴുതുന്ന ന്യൂസ് ചാനലുകൾ കാണാനോ ഫോർവേഡ് ചെയ്യാനോ പാടില്ല. കാരണം ഇതിൽ നിന്നൊക്കെ എന്താ കിട്ടണേ? നമുക്ക് ഗുണമുള്ള വെല്ലം ഉണ്ടാകും. ഇതിൽ നിന്ന് വെല്ലം കിട്ടുന്നു. അതൊക്കെ എന്ത് ചെയ്യണം? 8 മാസത്തേക്ക് ഇതെല്ലാം മറന്നേക്കണം, കാണരുത്. ഓക്കെ, ദെൻ യുവർ ഫിസിക്കൽ സ്പേസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതില് നമ്മുടെ വീട്, നമ്മൾ താമസിക്കുന്ന ഉറങ്ങുന്ന റൂം, ഇതെല്ലാം വൃത്തിയായിട്ട് കൊണ്ട് നടന്നെങ്കിൽ മാത്രമേ ദൈവം ഇത് തരൂ. വൃത്തിയുള്ളവിടത്തെ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകൂ. കുളിക്കുക, നനക്കുക, അല്ലേ? ചില ആളുകൾ കൂടുതൽ കുളിക്കാത്ത ആളുകൾ കുറെ തന്നെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് അല്ലേ? ഇപ്പൊ എല്ലാ ദിവസം കുളിക്കാറില്ല. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞു അല്ലേ? എന്ത് ചെയ്യണം? നമ്മള് കുളിക്കാത്തവര് എല്ലാ ദിവസവും കുളിക്കുക. നമ്മൾ അങ്ങനെ ഒരു ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം നമ്മളിൽ ഡിസ്കണക്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നമ്മൾ സഞ്ചരിക്കുന്ന കാറ്, ഓക്കെ, നമ്മുടെ ഡ്രസ്സ് ഒരഴുക്ക് പോലും പറ്റാൻ പാടില്ല. കീറിയത് ഒരു സാധനം നമ്മൾ ഇടാൻ പാടില്ല. എല്ലാം എന്തായിരിക്കണം? പക്ക സൂപ്പർ. എല്ലാം കിടന്നാണ് കിട്ടുന്ന കുഴപ്പമൊന്നുമില്ല. ശൈലത്ത് അതല്ല ഉദ്ദേശിച്ചത് അല്ലേ? അപ്പോ ഇത് കിട്ടി അല്ലേ? ഇട്ടിലേക്ക് ഇട്ടില്ല, പക്ഷെ കീറി ഇടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യങ്ങൾ വെച്ച് എന്തായാലും ശൈലത്ത് കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എന്താണ്? 2 കോടി കിട്ടുന്ന ഉറപ്പായാലോ? ആ പവർ കിട്ടിയാലോ? അപ്പൊ ഇന്ന് ഇവിടുന്ന് പുറത്തിറങ്ങും